ഫയർഫോഴ്സിലേക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് വനിതകൾക്കും പുരുഷന്മാർക്കും മിനിമം +2 ലെവലിലുള്ള ഫയർമാൻ പോസ്റ്റ് അതുപോലെ ഫയർ വുമൺ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. രണ്ടിൻ്റെയും വീഡിയോ ലിങ്ക് താഴെ ലഭിക്കും. അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. ഫയർഫോഴ്സിൽ ഡ്രൈവർ തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ക്വിക്കായിട്ട് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ വളരെ പെട്ടെന്ന് ലഭിക്കാൻ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട. നമ്മൾ പറഞ്ഞതുപോലെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ 16/12/2024 ഗസറ്റഡിൽ പുതിയതായിട്ട് വിളിച്ചിട്ടുള്ളത്. ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/1/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 15/1 അതായത് ജനുവരി മാസം 15-ാം തീയതി വരെ അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 472/2024 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ വിളിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് വിളിച്ചിട്ടുള്ള പോസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 27,900 മുതൽ 63,700 വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണിത്. വനിതകൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വേക്കൻസി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ വേക്കൻസി നല്ലതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫയർ എഞ്ചിൻ ഡ്രൈവറിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഡ്രൈവർ പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാം. ഇനി പറയാൻ പോകുന്ന ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷനൊക്കെ മതി. 18 to 26 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. 18 to 26 ഇയേഴ്സ് വരെ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1998 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് +2 മതി. +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇത് ഡിസേബിൾ ആണ്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് ഡിസേബിൾ മാത്രമാണ്. അതുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ മറ്റൊരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപേക്ഷിക്കാൻ +2 മതി, പക്ഷേ ഈ ഒരു യോഗ്യത കൂടി അതിൻ്റെ കൂടെ വേണം. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള കറണ്ട് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ഹെവി വെഹിക്കിളിൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രൈവിംഗ് ഹെവി വെഹിക്കിൾ ഓർ ഹെവി പാസഞ്ചർ വെഹിക്കിൾ വിത്ത് ബാഡ്ജോട് കൂടി, ഹെവി വെഹിക്കിളിൻ്റെയോ ഹെവി പാസഞ്ചർ വെഹിക്കിളിൻ്റെയോ ബാഡ്ജോട് കൂടിയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ യു മസ്റ്റ് നീഡ് ദി ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പം +2 ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന നൽകപ്പെടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് പറയുന്നത് നിങ്ങൾക്ക് മിനിമം ജനറൽ കാറ്റഗറിയാണ് ഇവിടെ കൊടുത്ത്, ഇത് മുഴുവൻ ജനറൽ കാറ്റഗറിയാണ്. ഇത് SC/STക്ക് ഉള്ളതാണ്. അപ്പോൾ ജനറലിനുള്ള ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 165 സെൻറ്റിമീറ്റർ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ SC/STക്ക് 160 സെൻറ്റിമീറ്റർ. വെയിറ്റ് പറയുകയാണെങ്കിൽ 50 കിലോഗ്രാമാണ് പറഞ്ഞിട്ടുള്ളത്. 48 കിലോഗ്രാം ഇവിടെയും പറയുന്നുണ്ട്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ വേണം. ഇവിടെയാണെങ്കിൽ 76 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ 2 കാറ്റഗറിക്കും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. PSC എക്സാം കഴിഞ്ഞാൽ 8 ഐറ്റമുള്ളൊരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ആ ഒരു ഫിസിക്കലിൽ നിന്ന് നിങ്ങൾ 5 എണ്ണം പാസ്സാവേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അതുപോലെ പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പോർ, ചിന്നിങ്, അതുപോലെ തന്നെ 500 മീറ്റർ, 1500 മീറ്റർ റേസ്. ഇതിൻ്റെ ടൈം, ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ തൊട്ടിപ്പറായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും. ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. അതും ഇതിലുള്ള എല്ലാം തന്നെ പാസ്സാവേണ്ട. ഇതിലേതെങ്കിലും 5 എണ്ണം മാത്രം നിങ്ങൾ പാസ്സായാൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും.